29 വരെ പേപ്പറുള്ള വണ്ടിയാണ്. ഓക്കെ. 2014 തന്നെയാണിത്. VXi ആണ്. 2010 ആണ്. VXi ആണ്. സെക്കൻഡ് ഓണർ ആണ്. ഹൈട്ടൺ 2011 ആണ്. നിലവിലാണ്. വെറും 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. എങ്ങനെയാണ്? 2010 സ്വിഫ്റ്റ് ആണ്. 10 വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെസ്റ്റ് ചോയ്സിലാണ്. നമ്മുടെ ചെറിയ റോഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി നമ്മുടെ ഇൻഷുറൻസിൻ്റെ ഏതാണ്ട് ഓപ്പൺ ആവാറായില്ലേ? കുറച്ച് പേര് കഴിഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ ഇത് ഓപ്പൺ ആവും. വർക്ക്, ഇൻഷുറൻസിൻ്റെ വർക്ക്, അതേപോലെ വണ്ടിയുടെ പേര് മാറാനോ റീടെസ്റ്റ് ചെയ്യാനൊക്കെ പുള്ളിയെ സമീപിക്കാം. അതുപോലെ ഏത് ജില്ലയ്ക്ക് വേണം ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ല. ചെയ്യാം. ഏത് ജില്ലയ്ക്ക് വേണം ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം. തിരുവനന്തപുരം കാട്ടാക്കടയാണ്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട കിള്ളിയിലാണ്. അപ്പോൾ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. കേട്ടോ. ഓൾട്ടോ 2001 ആണ്. നിലവിൽ ഇനി ഒരു വർഷം കൂടെ പേപ്പർ ഉള്ള വണ്ടിയാണ്. AC മാത്രം വരുന്ന വണ്ടിയാണ്. LX അല്ലേ? ഓക്കെ. സിംഗിൾ ഓണർ എന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടി കൊള്ളാം. ഓക്കെ. ചെറിയ ബമ്പർ സ്ക്രാച്ച് ഒക്കെ ഉള്ളൂ, അല്ലാതെ വേറെ മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ബമ്പർ ടച്ചപ്പ് എടുക്കണം അല്ലേ? അതെ. ബോഡി വേറെ ഇഷ്യൂ ഒന്നുമില്ല. ടയർ കണ്ടീഷനും ഗുഡാണല്ലേ? ഗുഡാണ്. സീറ്റ് ഫാബ്രിക് ആണ്. AC വരുന്നുണ്ട്. AC വർക്കിംഗ് ആണല്ലോ? AC വർക്കിംഗ് ആണ്. ഓക്കെ. 2001 വണ്ടി 26 പേപ്പർ വരും. പിന്നെ എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 51,000 രൂപ ഫൈനൽ കൊടുക്കാം. 51,000 രൂപ. 51,000 രൂപയ്ക്ക് ഓൾട്ടോ ഒരു വർഷം പേപ്പർ ഉള്ള വണ്ടി. AC ഉണ്ട്. AC വർക്കിംഗ്. AC ഉള്ളത്. AC വർക്കിംഗും ആണ്. അടുത്ത വണ്ടി മാരുതി 800. മാരുതി 800 ആണ്. 2002 മോഡലാണ്. നിലവിൽ സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. ഒരു ഫാമിലി യൂസ് വണ്ടിയാണ്. നമ്മുടെ സുഹൃത്തിന് പൈസയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ട് കൊടുക്കുന്നതാണ്. 2002 കാർബറേറ്റർ. ടയർ, ബോഡി ക്വാളിറ്റി എല്ലാം കൊള്ളാം. കാർബറേറ്റർ ആണ്. 27 വരെ പേപ്പറുണ്ട്. പേപ്പർ 27 വരെ ഉണ്ടല്ലോ? 27 വരെ പേപ്പർ ഉണ്ട്. വണ്ടി ബോഡി ക്വാളിറ്റി ഒക്കെ നീറ്റ് ആണ്. ഓക്കെ. ഓടിക്കാനും കൊള്ളാം വണ്ടി. അല്ല, പുതിയ ഇതാക്കിയിട്ടുണ്ടല്ലേ മറ്റേ ടെയിൽ ലൈറ്റ് ഒക്കെ? അതെ. ഇന്ത്യൻ കണ്ടീഷനൊക്കെ നീറ്റാണ്. സീറ്റ് വർക്കൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. ക്ലീൻ ആണ്. ഇത് AC ഇല്ലാത്ത മോഡൽ അല്ലേ? നോൺ AC? അതെ. എഞ്ചിൻ കണ്ടീഷൻ കൂട്ടാണല്ലോ? ഓക്കെ ആണ്. ഓക്കെ. 2002 വണ്ടി 27 പേപ്പർ വരുന്നുണ്ട്. വണ്ടി കാണാനും കൊള്ളാം. എഞ്ചിൻ കണ്ടീഷൻ ഓക്കെയാണ്. എത്ര കൊടുക്കാം? നമുക്ക് 45 രൂപ ഫൈനൽ കൊടുക്കാം. 45 രൂപ കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് എങ്ങനെയാണ്? 2010 സ്വിഫ്റ്റ് ആണ്. 10 വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. ഏകദേശം ഒരു 80,000 കിലോമീറ്റർ ഓടി. VXi വണ്ടിയാണ്. അടുത്ത വർഷം ടെസ്റ്റ് വരുന്നുണ്ടല്ലേ? ഓക്കെ. എയർ കണ്ടീഷൻ ഗുഡാണ്. റീപ്ലേസ്മെന്റ് ആക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? വേറെ അങ്ങനെയൊന്നുമില്ല. ഒന്ന് വണ്ടി ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യാനേ ഉള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. വണ്ടി നീറ്റാണ്. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ടയർ കണ്ടീഷനും ഗുഡാണ്. ഓക്കെ. ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്താൽ മതി, വാഷ് എടുത്താൽ മതി അല്ലേ? അതെ അതെ. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ ഗുഡാണ്. സീറ്റ് ഫാബ്രിക്കാണ് കിടക്കുന്നത്. അത് ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. ഫ്ലോർ മാറ്റ് വരുന്നുണ്ട്. അത് സോണിയുടെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. ഓർഡർ പവറിൻ്റെ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. AC വർക്കിംഗ് ആണല്ലോ? പ്രശ്നം? AC എല്ലാം വർക്കിംഗ് ആണ്. VXi വേരിയൻറ്റ്. ഓക്കെ. അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ നമുക്കിതൊരു ഫൈനൽ 1,95,000 രൂപ ഈ കണ്ടീഷനിൽ കൊടുക്കാം. 195. 2010 VXi സെക്കൻഡ് ഓണർ ഓടിയ സ്വിഫ്റ്റ്. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കാണ്. ഓക്കെയാണ്. ശരി. ഓക്കെയാണ്. റിഡ്സ് 2010 വണ്ടിയാണ്. VXi ആണ്. നിലവിൽ സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. കിലോമീറ്റർ 1 ലക്ഷം അടുപ്പിച്ച് ഓടിയതാണ്. ഓക്കെ. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ വണ്ടി. ഇങ്ങനെ കണ്ടീഷൻ വണ്ടിയാണല്ലോ അല്ലേ? എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണല്ലോ? വേറെ ഒരു പ്രശ്നമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഒരു സർവീസിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ടയർ കണ്ടീഷൻ ഒക്കെ ആവറേജ് ഉണ്ട്. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ ഗുഡാണ്. സീറ്റ് കവറുണ്ട്. സീറ്റിലിരിപ്പുണ്ട്. അതൊരു സോണിയുടെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 4 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ ബ്രോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. അപ്പോൾ റിഡ്സ് 2010 വണ്ടി. വേറെ കണ്ടീഷൻ വണ്ടി ഒന്ന് വാഷ് ചെയ്താൽ മതി. വാഷ് ചെയ്ത് നല്ല കുട്ടപ്പനാവും അല്ലേ? അതെ. പൊടിയടിച്ച് കിടക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാൻ വേണ്ടി? 1,80,000 രൂപ ഫൈനൽ കൊടുക്കാം. 180. ലോൺ കയറുമോ? മാക്സിമം ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ. ലോൺ കയറും. 1 രൂപയ്ക്ക് മേളിൽ ലോണും കിട്ടും. ഈ 2014 ആണ്. വെറും 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഓക്കെ. 62,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. അതെ. ഓക്കെ. വണ്ടി ബോഡി കണ്ടീഷൻ ഒക്കെ നീറ്റാണല്ലോ? ബോഡി മാത്രമല്ല, മെക്കാനിക്കലി പെർഫെക്റ്റ് ആണ്. ഫാമിലി യൂസ് ആയിരുന്നു വണ്ടി. ഓക്കെ. ടയർ കണ്ടീഷൻ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മാഗ്ന പ്ലസ് ആണ്. ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 14 വണ്ടിയല്ലേ? 62,000 ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഓക്കെ. വണ്ടിയുടെ ഇന്ത്യയിൽ നോക്കിയാൽ സീറ്റ് വരൊക്കെ നീറ്റ് എടുത്തിട്ടുണ്ട്. വേറെ ഡാമേജ് ഒന്നുമില്ല. 2 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. നമുക്ക് എത്ര കൊടുക്കാൻ വേണ്ടി? നമുക്കിതൊരു 2,05,000 രൂപ ഫൈനൽ കൊടുക്കാം. ഒരു 1,60,000 1,70,000 വരെ മാക്സിമം ലോണും കൊടുക്കാം. ഒരു 30,000-35,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി പോവാം.
ശരി, അടുത്ത വണ്ടി വാഗണാർ 2011 വണ്ടിയാണ്. നിലവിൽ സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. 1,00,000 മേളിൽ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പക്ഷേ എഞ്ചിൻ കണ്ടീഷനൊക്കെ പക്കയാണ്. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. നിലവിൽ മെക്കാനിക്കലി പെർഫെക്റ്റ് ആണ്. വേറെ വണ്ടി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, വണ്ടി ബോഡി കണ്ടീഷൻ ഗുഡാണ്. സ്ക്രാച്ചസ് ഒന്നുമില്ല. ഫ്രണ്ടിൽ ബമ്പർ ചെറിയ സ്ക്രാച്ചസേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ബോഡിയൊക്കെ നീറ്റായിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ ബ്രോ? ഇല്ല ഇല്ല. വണ്ടിയുടെ ഇൻജിൻ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് കവർ ഉണ്ട്, അതിനടുത്തുണ്ട്. പിന്നെ ഒരു ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 4 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, AC എല്ലാം വർക്കിംഗ് ആണല്ലോ? AC എല്ലാം വർക്കിംഗ് ആണ്, പ്രശ്നങ്ങളൊന്നും. നല്ല കൂളിംഗ് ആണ്. ഓക്കെ, എത്ര കൊടുക്കുക വണ്ടി? നമുക്ക് 2,10,000 രൂപ ഫൈനൽ കൊടുക്കാം. 2,10. ഓക്കെ, ഫിനാൻസ് അപ്പോൾ എങ്ങനെ? ഫിനാൻസ് 1,50,000 രൂപ വരെ ലോണും കിട്ടും. അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് 2014 തന്നെയാണിത്. VXi ആണ്. നിലവിൽ 1,18,000 കിലോമീറ്റർ ഓടി തേർഡ് ഓണറായ വണ്ടിയാണ്. 1,18,000 കിലോമീറ്റർ. ഓക്കെ, കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് ആക്സസ് എന്തെങ്കിലും ഉണ്ടോ? വേറെ നിലവിൽ ഒന്നുമില്ല. വണ്ടി നീറ്റാണ്. ഇന്റീരിയർ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. എയർ കണ്ടീഷൻ നാലും ഗുഡാണല്ലേ? എല്ലാം പക്കയാണ്. ഓക്കെ, വേറെ ബോഡി വേറെ സ്ക്രാച്ച് ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അലോയ്സ് വരുന്നില്ല. VXi വേരിയൻ്റ് ആണ്. ഇന്റീരിയർ കണ്ടീഷൻ ഗുഡാണ്. സീറ്റ് കവറുണ്ട്, അത് നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, ഇതിനകത്തും അഡീഷണൽ സോണിൻ്റെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 4 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടി വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ എത്ര കൊടുക്കാം നമുക്ക് ഇതിൻ്റെ പ്രൈസ്? നമുക്കിതൊരു 3,85,000 രൂപ ഫൈനൽ കൊടുക്കാം. 3,000 രൂപ ലോണും കൊടുക്കാം. ലോണും കിട്ടും. വെറും 35,000 രൂപ ഉണ്ടെങ്കിൽ സ്വിഫ്റ്റ് എടുക്കാം. നമ്മൾ ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞായിരുന്നോ? തേർഡാണ്. 1,18,000 കിലോമീറ്റർ. കമ്പനി സർവീസ് തന്നെയാണോ? ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടി ഹൈട്ടൺ 2011 ആണ്. നിലവിലെ 4 ഓണർ ആയിട്ടുണ്ട്. പക്ഷെ മെക്കാനിക്കലി ഓക്കെ ആണ്. വണ്ടി വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടി. ഓക്കെ, ബോഡി കണ്ടീഷൻ ഒക്കെ നീറ്റ് ആണല്ലേ? അതെ. എന്തോ കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ടയർ അല്പം ഫ്രണ്ടിൽ ഒന്ന് മോശമാണ്, ബാക്കിൽ ആവറേജ് ആണ്. ടയർ മൊത്തത്തിൽ ആവറേജ് കണ്ടീഷൻ ആണല്ലേ? ബാക്കിലായാലും ഗുഡാണ്. വേറെ ബോഡിക്ക് പ്രശ്നമൊന്നുമില്ല. ഏറെയാണ് വേരിയൻ്റ് അല്ലേ? അതെ. എൻ്റെ ഇൻറ്റീരിയൽ സീറ്റ് കവർ കിടപ്പുണ്ട്. അതിൻ്റെ നീറ്റാണ്. ഇത് ഫാബ്രിക്കാണ് സീറ്റ് കവറാണോ? അത് ഫാബ്രിക് ആണല്ലേ? ഓക്കെ, 2 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. AC വർക്കിംഗ് ആണല്ലോ? AC വർക്കിംഗ് ആണ്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക് വേണ്ടി? നമുക്കിത് 1,50,000 രൂപ ഫൈനൽ കൊടുക്കാം. 1.5. ഓക്കെ, 1,50,000 രൂപ അടുപ്പിച്ച് ഫിനാൻസും കിട്ടുന്ന വണ്ടിയാണ്. ഓൾമോസ്റ്റ് ഫുൾ ഫിനാൻസും കിട്ടും. സ്വിഫ്റ്റ് VXi ആണ്. നിലവിൽ സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. 2014 ആണ്. 44,000 കിലോമീറ്റർ വണ്ടിയാണ്. 2014 വേണ്ടി 44,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. അലോയ്സ് കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉള്ളതാണ്. ചെറിയ ടച്ച് ആൻഡ് പോളിഷിന്റെ ആവശ്യമുണ്ട്, അത് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് അതിന്റെ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ആക്ഷൻ ഹിസ്റ്ററി ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ്. അതെ. വേറെ സ്ക്രാച്ചോ ഡെന്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഗുഡ് കണ്ടീഷൻ. VXi വേരിയന്റ്. ടയർ കണ്ടീഷനും ഗുഡാണല്ലേ? അതെ. അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഉണ്ട്. ഓക്കെ, പിന്നെ ടച്ച് സ്ക്രീനൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇന്ത്യൻ കണ്ടീഷൻ നീറ്റാണ്. നല്ല സീറ്റ് കവറൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഫ്ലോർ മാറ്റുണ്ട്. റൂഫ് നീറ്റാണ്. ഇതിനകത്ത് VXi ആകുമ്പോഴത്തേക്കും 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. AC വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഒരു സോണിയുടെ ടച്ച് സ്ക്രീൻ അഡീഷണൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടീഷൻ വണ്ടി അല്ലേ? അതെ. 2014 വേണ്ടി 44,000 കിലോമീറ്റർ. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? നിലവിലൊരു 4,10,000 രൂപ കൊടുക്കാം. 4,10. വെറും 44 ഓടിയിട്ടുള്ളൂ വണ്ടി. ഓക്കെ, ഒരു 3,000 രൂപയ്ക്ക് മേളിൽ ലോണും കൊടുക്കാം. ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഓൾട്ടോ 2009 ആണ്. റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. 5 വർഷം പേപ്പർ ഉണ്ടല്ലേ? അതെ. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് തേർഡ് ആയിട്ടുണ്ട്. കിലോമീറ്റർ 80,000 മേളിൽ ഓടിയതാണ്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് വണ്ടി? എഞ്ചിന് കുഴപ്പമില്ല. നിലവിൽ പുതിയ പേപ്പറാണ്. 29 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. ഓക്കെ, ബോഡിയൊക്കെ നീറ്റാണല്ലോ? സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഡെൻറ്റും ഒന്നും കാണുന്നില്ല. ടയർ കണ്ടീഷൻ ഗുഡാണ്, കുഴപ്പമില്ല. ടയർ ഗുഡെന്ന് കണ്ട ഫ്രണ്ടൊക്കെ അത്യാവശ്യം നല്ല ഗുഡ്. ടയർ 4 ഗുഡാണല്ലേ? അതെ. ഓക്കെ, ബോഡിയൊക്കെ നീറ്റാണ്, വേറെ ഒന്നുമില്ല. ഇന്ത്യയുടെ കണ്ടീഷൻ ഗുഡാണ്. സീറ്റ് കയറി ക്വാളിറ്റി ഉണ്ട്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി. ഇത് LX ആണ്? LX ആണോ? LX ആണ്. AC മാത്രമുള്ള ടൈപ്പാണ്. AC വർക്ക് ചെയ്യുന്നത്. 29 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. AC വർക്കിംഗ് ആണ്.
നമുക്ക് എത്ര കൊടുക്കാം അപ്പോൾ വണ്ടി? നമുക്കിതൊരു 90,000 രൂപ ഫൈനൽ കൊടുക്കാം. ഓൾട്ടയാണ്, 2009 29 വരെ പേപ്പർ ഉള്ള വണ്ടി. 5 വർഷം പേപ്പറുണ്ട്. അപ്പോൾ പേപ്പറിനാണ് വിലയല്ലേ? പേപ്പറിനാണ് വില. ശരി, അടുത്ത വണ്ടി നോക്കാം. അപ്പോൾ അടുത്ത വണ്ടി നാനോ 2014 പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. ഓൾമോസ്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പവർ സ്റ്റിയറിംഗ് AC മാത്രം വരുന്ന വണ്ടിയാണ്. ഓക്കെ. വണ്ടി കളർ വെറൈറ്റി കളറിൽ നല്ല കളറുമാണ്. ടയർ കണ്ടീഷനൊക്കെ ആവറേജ് ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? പക്കയാണ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞായിരുന്നു? ഓണർഷിപ്പ് 3rd ആണ്. കിലോമീറ്റർ ഏകദേശം ഒരു 65,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയ വണ്ടിയാണ്. ഓക്കെ. AC കൂളിംഗ് ഉണ്ടല്ലോ? അതെ. ഓക്കെ. നാനോ ആണ്. AC ഉള്ള വണ്ടി. ട്വിസ്റ്റ് പവർ സ്റ്റിയറിംഗ് AC. അത്യാവശ്യം വണ്ടി വൃത്തിയുണ്ട്. സീറ്റ് ഒരെണ്ണം ചെറിയ ഡാമേജ് ഉണ്ട്, അതൊന്ന് മാറ്റിയാണ്. ഓണർഷിപ്പ് 2nd ആയിട്ടുള്ളൂ. 2014 നവംബർ ആണ് വണ്ടി. ട്രിവാൻഡ്രം വണ്ടിയാണ്. 2014 നവംബർ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 60,000 കിലോമീറ്റർ ഓൾമോസ്റ്റ്. ട്രിവാൻഡ്രം കേരള വണ്ടി. നമുക്ക് എത്ര കൊടുക്കാം വേണ്ടി? നമുക്ക് 1,05,000 രൂപ ഫൈനൽ കൊടുക്കും. 1.5. പവർ സ്റ്റിയറിംഗ് ഉള്ള ഒരു നാനോ ഫാമിലി യൂസിന് പറ്റിയാണ്. നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന എഞ്ചിനാണ്. നാനോ ടിസ്റ്റ് അല്ലേ? ഇത് ലോൺ കയറില്ല? ലോൺ കയറില്ല, റെഡി എടുക്കും. ഒമിനി എങ്ങനെയാണ് ഡീറ്റെയിൽസ് പറഞ്ഞത്? 2009 ഒമിനിയാണ്. നിലവിൽ 3rd ഓണറായി. പക്ഷെ വണ്ടി കൊള്ളാം, നല്ല വണ്ടിയാണ്. 2009 വണ്ടി 29 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. ഓക്കെ. ഇത് MBFI വണ്ടിയല്ലേ? MBFI വണ്ടി കൊള്ളാല്ലേ? ബോഡിയൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അതെ അതെ. ടയറൊക്കെ പുതിയ ടയറാണല്ലേ? 4 മെക്കാനിക് കണ്ടീഷനും കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്. എഞ്ചിൻ കണ്ടീഷൻ ഓക്കെ ആണല്ലോ? നിലവിൽ നല്ല പേപ്പറൊക്കെ ഉള്ള വണ്ടിയാണ്. ലോക്കാണ് അവിടെ തുറന്നിങ്ങനെ. ഇന്ത്യയിലെ കണ്ടീഷൻ ഗുഡാണ്. അതാണ്ട് സീറ്റ് ഒക്കെ വൃത്തിയാണ്. ഒമിനി എൻ്റെ റൂഫ് നീറ്റ് ചെയ്തിരിപ്പുണ്ട്. ഫ്രണ്ട് നോക്കിയാലും നീറ്റാണ്. സീറ്റെല്ലാം നീറ്റ്. ഒമിനി പക്ഷേ ഇത്ര നീറ്റായിട്ട് കിട്ടാറില്ലല്ലോ ഇന്ത്യയിൽ. അതെ അതെ. ടയർ 4 പുതിയ ടയറാണ്. 4 ടയറും പുതിയതാണ്. വണ്ടി ബോഡി ക്വാളിറ്റി ഉണ്ട്. പേപ്പറുള്ള വണ്ടിയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നിലവിൽ നമ്മളിപ്പോൾ 2011-12 എടുത്താൽ പോലും 27-ലൊക്കെ 26-27-ലൊക്കെ പേപ്പർ വരും. ഇതാണ് 29 വരെ നിലവിൽ പേപ്പർ ഉള്ളൂ. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. എത്ര കൊടുക്കാം നമുക്ക്? 1,25,000 രൂപ ഫൈനൽ കൊടുക്കും. 25. അടുത്ത ഓൾട്ടോ എങ്ങനെ? 2013 വണ്ടി കൊള്ളാം, നല്ല വണ്ടിയാണ്. 80,000 കിലോമീറ്റർ സിംഗിൾ ഓണറാണ്. 13-14 രജിസ്ട്രേഷനാണ് വണ്ടി. 13-14 രജിസ്ട്രേഷനോ? ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല. 13-14 രജിസ്ട്രേഷൻ. വണ്ടി നീറ്റാണല്ലേ? സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ഗുഡാണ്. വേറെ ഒരു 50% ടയറുണ്ട്. ഓക്കെ. ഇത് കമ്പനി സർവീസാണോ പുറത്താണോ ബ്രോ? കമ്പനി സർവീസാണോ പുറത്താണോ? കമ്പനി സർവീസ് വണ്ടി. കിലോമീറ്റർ ഓണർഷിപ്പ് പറഞ്ഞായിരുന്നു നമ്മൾ? 80 സിംഗിൾ ഓണർ വണ്ടി. നിലവിൽ 1,75,000 വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഇതിൽ ടൂഡർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? AC എല്ലാം വർക്കിംഗ് ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? നമുക്കിതൊരു 2 ലക്ഷം രൂപ ഫൈനൽ കിട്ടിയേ കൊടുക്കാം. 1,75,000 ലോൺ കൊടുക്കാം. വെറും 25,000 രൂപ വണ്ടി എടുത്ത് പോവാം.